മോർണിംഗ്. നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പേ ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. അങ്ങനെയാകുന്ന സമയത്ത് നിങ്ങൾ മുന്നോട്ടേക്ക് ക്ലാസ്സിൽ റിപ്പീറ്റ് ആയിട്ട് ഈ വേർഡ്സൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒഫൻസുകളെ നമ്മൾ കുറച്ച് കാറ്റഗറൈസ് ആക്കിയിട്ട് തരംതിരിച്ച് വെക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ കോഗ്നിസിബിൾ, നോൺ കോഗ്നിസിബിൾ, ബെയിലബിൾ, നോൺ ബെയിലബിൾ, കോമ്പൗണ്ടബിൾ, നോൺ കോമ്പൗണ്ടബിൾ. അപ്പോൾ ഇതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നമ്മൾ ക്രൈമിനെ ഒഫൻസിനെ രണ്ടാക്കി തരംതിരിക്കാം. ഇങ്ങനെയൊരു ക്ലാസിഫിക്കേഷൻ എവിടെയും നിലനിൽക്കുന്നില്ല. ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രമാണ് സീരിയസ് ക്രൈം എന്നും സീരിയസ് ഒഫൻസ് എന്നും ലെസ് സീരിയസ് ഒഫൻസ് എന്നും നമുക്ക് രണ്ട് കാറ്റഗറിയാക്കി തിരിക്കാം. ഈ സീരിയസ് ഒഫൻസിൽ പെടുന്നതാണ് ഏതൊക്കെ? കോഗ്നിസിബിൾ, നോൺ ബെയിലബിൾ ആൻഡ് നോൺ കോമ്പൗണ്ടബിൾ. അങ്ങനെയാണെങ്കിൽ ലെസ് സീരിയസ് കാറ്റഗറിയിലുള്ളതാണ് ഏതൊക്കെ? നോൺ കോഗ്നിസബിൾ, ബെയിലബിൾ ആൻഡ് കോമ്പൗണ്ടബിൾ. അപ്പോൾ അത് അങ്ങനെ ഒരു തരംതിരിവ് വെച്ചത് എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നോക്കാം. സീരിയസ് കാറ്റഗറിയിൽ നമ്മൾ പറഞ്ഞ ആദ്യത്തെ ഒരു ഒഫൻസ് എന്ന് പറയുന്നത് കോഗ്നിസബിൾ ഒഫൻസ് ആണ്. അപ്പോൾ കോഗ്നിസബിൾ ഒഫൻസ് നമുക്ക് ഓൾറെഡി മനസ്സിലായി, ഇത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ്. വളരെ ഹീനിയസ് ആയിട്ട് ക്രിമിനാലിറ്റി കൂടിയ തരത്തിലുള്ള ക്രൈമുകളെയാണ് നമ്മൾ കോഗ്നിസബിൾ ഒഫൻസ് എന്ന് നോർമലി മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് വിത്തൗട്ട് വാറണ്ട് നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒഫൻസുകളായിരിക്കും. എന്തുകൊണ്ടായിരിക്കും വിത്തൗട്ട് വാറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക? അതെ, ഇതൊരു അർജൻസി ഉള്ള ഒരു മാറ്ററാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. വളരെ ഹീനിയസ് ആയിട്ടുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ത്വരിതഗതിയിൽ അതിന് ആക്ഷൻ എടുക്കാൻ വേണ്ടി പോലീസിന് പറ്റണം, അല്ലേ? അപ്പോൾ സൊസൈറ്റിക്കെതിരെയോ പബ്ലിക്കിനെതിരെയോ ഒക്കെ ഒരു വളരെ ഹീനിയസ് ആയിട്ടുള്ള ഒരു ക്രൈം, ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ, ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് വിത്തൗട്ട് വാറണ്ട് പെട്ടെന്ന് തന്നെ ത്വരിതഗതിയിൽ അവർക്ക് ആക്ഷൻ എടുക്കാൻ വേണ്ടി പറ്റണം. അതുകൊണ്ട് തന്നെ വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒഫൻസുകളാണ് എന്ത്? കോഗ്നിസബിൾ ഒഫൻസിൽ വരുന്നത്. ഇനി നോൺ കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ലെസ് സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകളായിരിക്കും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും വരാത്തത് കൊണ്ട് തന്നെ വിത്തൗട്ട് വാറണ്ട് നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വാറണ്ട് നിർബന്ധമാണ് നോൺ കോഗ്നിസബിൾ കേസിൽ. അപ്പോൾ അർജൻസി എന്ന് പറയുന്നത് കുറച്ച് ലെസ് ആയിട്ടാണ് വരുന്നത്. ലെസ് അർജൻസിയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ വാറണ്ട് ഒക്കെ എടുത്ത് വാറണ്ട് വാങ്ങിച്ച് പെർമിഷനോട് കൂടി മാത്രമേ നോൺ കോഗ്നിസബിൾ ഒഫൻസിൽ അറസ്റ്റ് ചെയ്യാൻ. അപ്പോൾ വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നോൺ കോഗ്നിസിബിൾ കേസിൽ ഹിസോൺ ആയിട്ട്, അതായത് പോലീസിന് ഹിസോൺ ആക്ഷൻ എടുക്കാൻ വേണ്ടി പറ്റില്ല. വാറന്റോട് കൂടി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നാൽ കോഗ്നിസബിളിൽ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. പെട്ടെന്ന് തന്നെ പോലീസിന് ആക്ഷൻ എടുക്കാൻ വേണ്ടി പറ്റും. ഇൻവെസ്റ്റിഗേഷനും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊന്നും പറ്റാത്തതാണ് നോൺ കോഗ്നിസബിൾ ഒഫൻസ്. അടുത്തതേതാ? ബെയിലബിള്, നോൺ ബെയിലബിള്. അപ്പോൾ ബെയിലബിൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ സിനിമയിലൊക്കെ കേൾക്കുന്ന പോലെ ജാമ്യം കിട്ടുന്ന ഒഫൻസും ജാമ്യം കിട്ടാത്ത ഒഫൻസും, അല്ലേ? അത് തന്നെയാണ് കാര്യം. ബെയിലബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ കോടതി മുഖേന നമുക്ക് ജാമ്യം അനുവദിച്ച് കിട്ടുന്ന ഒഫൻസുകളാണ് ബെയിലബിൾ ഒഫൻസ്. അത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ലെസ് സീരിയസ് ആയിട്ടുള്ള ഒഫൻസിന്റെ കീഴിലാണ്, അല്ലേ? അപ്പോൾ ജാമ്യം കിട്ടുന്നത് ലെസ് സീരിയസ് ആയിട്ടുള്ള ഒഫൻസിലാണ് ജാമ്യം അനുവദിച്ച് കിട്ടുക. ഈ ബെയിലബിൾ ഒഫൻസിൽ എന്തായാലും ജാമ്യം കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? നിർബന്ധമുണ്ട്. ബെയിലബിൾ ഒഫൻസിൽ ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് റൈറ്റ് ആണ്. അതായത് അത് നമ്മുടെ അവകാശമാണ്. ബെയിലബിൾ ഒഫൻസിൽ ബെയിൽ കൊടുക്കുക എന്നുള്ളത്, ബെയിൽ ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ വേണ്ടി, അതായത് നമുക്ക് ബെയിൽ കിട്ടുന്നത് നിഷേധിക്കാൻ വേണ്ടി പറ്റൂല. അത് നമ്മുടെ റൈറ്റ് ആണ്. ഓക്കെ. അപ്പോൾ നോർമലി ഒരു 3 ഇയേഴ്സിന് കുറഞ്ഞ പണിഷ്മെന്റ് കിട്ടുന്ന ഒഫൻസുകളാണ് ബെയിലബിൾ ഒഫൻസ് ആയിട്ട് കണക്കാക്കുന്നത്. ഇനി നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ക്രൈമുകളാണ്. അതായത് ജാമ്യം കൊടുത്ത് വിടാൻ പറ്റാത്തത്. അപ്പം നോൺ ബെയിലബിൾ ഒഫൻസിൽ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയാത്? നോൺ ബെയിലബിൾ ഒഫൻസിൽ
അപ്പോൾ ഈ നോൺ ബെയിലബിൾ ഒഫൻസിൽ ഗ്രാൻഡ് ഓഫ് ബെയിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ മാറ്റർ ഓഫ് റൈറ്റ് ബട്ട് ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ജുഡീഷ്യൽ ഡിസ്ക്രിഷൻ എന്നാണ് പറയുന്നത്. എന്താ അത്? ഗ്രാൻഡ് ഓഫ് ബെയിൽ കൊടുക്കണോ വേണ്ടയോ എന്നത് നോൺ ബെയിലബിൾ ഒഫൻസിൽ കോടതിയാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, കോടതിയുടെ ഡിസ്ക്രിഷനാണ് നോൺ ബെയിലബിൾ ഒഫൻസ് ചെയ്ത ഒരാൾക്ക് ബെയിൽ ഗ്രാൻഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അത് എന്തൊക്കെ നോക്കിയിട്ടാണ്? കുറ്റത്തിൻ്റെ നാച്ചർ എങ്ങനെയാണ്, പിന്നെ കുറ്റചരിത്രം ഉണ്ടോ, തെളിവുകളുടെ ശക്തി, പിന്നെ പ്രതി ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടോ, അതല്ലെങ്കിൽ പ്രതി വിറ്റ്നസിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ, അങ്ങനെ പല കാര്യങ്ങളും കൺസിഡർ ചെയ്തതിൻ്റെ ശേഷം മാത്രം കോടതിയുടെ ഡിസ്ക്രിഷൻ പ്രകാരമാണ്, കോടതി തീരുമാനിക്കും പ്രകാരമാണ് നോൺ ബെയിലബിൾ ഒഫൻസിൽ ഒരു ബെയിൽ ഗ്രാൻഡ് ചെയ്യുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ബെയിലബിൾ ഒഫൻസിൽ ബെയിൽ എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് ആണ്, നോൺ ബെയിലബിൾ ഒഫൻസിൽ ബെയിൽ എന്ന് പറയുന്നത് കോടതിയുടെ ഡിസ്ക്രിഷനാണ്. ഇത് എപ്പോഴും ഓർത്തിരിക്കണം കേട്ടോ. അടുത്തത് ഏതാണ്? കോമ്പൗണ്ടബിൾ ഒഫൻസ് ആണ്. കോമ്പൗണ്ടബിൾ ഒഫൻസ് എന്ന് പറയുന്നത് വിക്ടിമും അക്യൂസിനും കൂടെ കോംപ്രമൈസ് ചെയ്യുന്ന, കോമ്പൗണ്ട് ചെയ്യുന്ന ഒഫൻസുകളാണ് കോമ്പൗണ്ടബിൾ ഒഫൻസ്. ഒത്തുതീർപ്പാക്കുക, രണ്ട് കൂട്ടരും കൂടെ ഒത്തുതീർപ്പാക്കുക. സാധാരണയായി വളരെ സീരിയസ്നെസ് കുറഞ്ഞ ചില വ്യക്തിഗത തർക്കങ്ങൾ പോലെയുള്ള കാര്യങ്ങളാണ് എന്തിൽ കോമ്പൗണ്ടബിൾ ഒഫൻസ് ആയിട്ട് വരുന്നത്. ഇതിൽ വിക്ടിമിൻ്റെ സമ്മതം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിക്ടിമിൻ്റെ സമ്മതത്തോടു കൂടി ആണ് കോമ്പൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഇത് ഒരു സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു ഒഫൻസുകളൊന്നും ആവരുത്. നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ പ്രതിയും വിക്ടിമും കോമ്പൗണ്ട് ചെയ്താലും അത് കേസായിട്ട് തന്നെ നിലനിൽക്കും. നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസിൽ കോംപ്രമൈസ് ചെയ്ത് തീർപ്പാക്കാൻ വേണ്ടി പറ്റില്ല. കോമ്പൗണ്ടബിൾ ഒഫൻസിൽ കോംപ്രമൈസ് ചെയ്ത് തീർപ്പാക്കി കഴിഞ്ഞാൽ അക്യൂസ്ഡ് അക്വിറ്റഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. നിയമപരമായി പിന്നെ കേസ് നിലനിൽക്കുന്നില്ല. നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസിൽ ഇൻ കേസ് വിക്ടിമും അക്യൂസ്ഡും പറയാണ് നമ്മൾ കോംപ്രമൈസ് ചെയ്ത് തീർക്കാം എന്ന് പറഞ്ഞാലും ആ കേസ് നിലനിൽക്കും. കാരണം നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസ് എന്ന് പറയുന്നതിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് എന്താണ്, സൊസൈറ്റിക്കും ത്രെട്ടനിങ് ആണ് അല്ലേ, പബ്ലിക്കിന് വളരെ ത്രെട്ടനിങ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ക്രൈമാണ്. അതിൽ സ്റ്റേറ്റ് തന്നെയാണ് ഇൻവോൾവ് ചെയ്യുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസിലൊരു കോംപ്രമൈസ് സാധ്യമല്ല, സെറ്റിൽ ചെയ്യാനൊന്നും പറ്റില്ല, കേസ് നിലനിൽക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് വെച്ച ഒഫൻസുകൾ. അപ്പോൾ കോഗ്നിസബിൾ സീരിയസ് ആയിട്ടുള്ളതാണ്, നോൺ ബെയിലബിളും നോൺ കോമ്പൗണ്ടബിളും സീരിയസ് ആയിട്ടുള്ള ഒഫൻസാണ് നമ്മൾ പഠിച്ചു. അതിന് മർഡർ, റേപ്പ് ഇതൊക്കെ ഈ കാറ്റഗറിയിൽ പെടുന്ന ഒഫൻസുകളാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഒഫൻസിനെ കുറിച്ച് നോർമലി ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കേണ്ടത്. ഇനി ഇത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, നമ്മൾ ഓരോ ഒഫൻസിനെ എടുത്തിട്ടും ഇത് കോഗ്നിസബിൾ ആണോ നോൺ കോഗ്നിസബിൾ ആണോ എന്ന്, അല്ലെങ്കിൽ ബെയിലബിൾ ആണോ അല്ലാത്തവയാണോ എന്നൊക്കെ എങ്ങനെ മനസ്സിലാക്കും എന്ന് ചോദിച്ചാൽ നമ്മളെ BNSSൽ ഷെഡ്യൂൾ 1 പട്ടിക 1 കൃത്യമായി ഓരോ ഒഫൻസും ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ് എന്നുള്ളത്, അതല്ലെങ്കിൽ കോഗ്നിസബിൾ ഒഫൻസിന്റെ കാറ്റഗറിയിൽ ഇന്നതാണ്, അല്ലെങ്കിൽ നോൺ കോഗ്നിസബിൾ അല്ലെങ്കിൽ ബെയിലബിളിന്റെ കാറ്റഗറിയിൽ ഇന്നതൊക്കെയാണ്, ഈ ഒഫൻസുകളൊക്കെയാണ് പെടുന്നത് എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ പറയും വിധമുള്ള ഒഫൻസ് ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഇത് കോഗ്നിസബിൾ ആണോ അല്ലെങ്കിൽ ബെയിലബിൾ ആണോ എന്നുള്ളതൊക്കെ ആ പട്ടികയെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ജനറലി ഇത്രയാണ് ഇതിനെക്കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ടോപ്പിക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുവരെ ബൈ.